ദുബായിൽ മാത്രം സംഭവിച്ചേക്കുന്ന ട്രാവൽ സ്കാംസിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 200 മില്യന് മുകളിലാണ് ആളുകളുടെ പൈസ നഷ്ടപ്പെട്ടത്. They don't have an office, they don't know who to contact. അന്നേരം അവരൊരു നമ്പർ കൊടുക്കും, പക്ഷേ അത് 3 മാസം ആകുമ്പോൾ നമ്പർ കട്ടാവും. സ്കാമേഴ്സാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ കൊടുക്കുന്ന യാതൊരു കാര്യങ്ങൾക്കും ക്രെഡിബിലിറ്റി ഉണ്ടാവില്ല. പലപ്പോഴും നമുക്കിങ്ങനെ സർപ്രൈസുകൾ വരാറുണ്ട്. നമ്മൾ പല ഫോട്ടോസും കണ്ട് ബുക്ക് ചെയ്യുമ്പോൾ അവിടെ പോയി നോക്കുമ്പോൾ അതിനോട് യാതൊരു സാമ്യതയില്ലാത്ത സ്ഥലങ്ങളിൽ ചെന്നെത്താറുണ്ട്. അതുമാത്രമല്ല, എനിക്ക് തോന്നുന്നത് വി ഓൾസോ ടെൻഡ് ടു ബി പാർട്ട് ഓഫ് സ്കാംസ്. പല ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള സ്കാംസും ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഈ സ്കാമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എപ്പോഴും ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു വലിയൊരു ബുദ്ധിമുട്ടാണ് ഈ ട്രാവൽ സ്കാംസ്. പ്രത്യേകിച്ച് ഇപ്പോൾ ലാസ്റ്റ് ഒരു 2-3 ഇയേഴ്സിനുള്ളിലുള്ള ദുബായിൽ മാത്രം സംഭവിച്ചേക്കുന്ന ട്രാവൽ സ്കാംസിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 200 മില്യന് മുകളിലാണ് ആളുകളുടെ പൈസ നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇപ്പം നമ്മളുടെ തന്നെ ഫ്രണ്ട് സർക്കിളിലൊക്കെ ഉള്ള ആളുകളോട് പലരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അറിയാം 15,000, 20,000, ഈവൻ 40,000 ദിർഹംസ്. റീസെൻ്റ്ലി ഇവിടെയൊക്കെ പല സൂപ്പർ മാർക്കറ്റുകളിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഒരു പ്രൈസ് അടിച്ചു, അല്ലെങ്കിൽ ഒരു കൂപ്പൺ ഫില്ല് ചെയ്യാൻ തരും. പിന്നെ അതിന് ശേഷം നമ്മളെ അവർ വിളിക്കും, ഗിഫ്റ്റ് ഉണ്ടെന്ന് പറയും. അപ്പോൾ ഇത് വലിയൊരു സ്കാമാണിത്. എൻ്റെ ഒരു ഫ്രണ്ടിനെ പറ്റി ഞാൻ പറയാം. ഹസ്ബൻഡിനെയും വൈഫും ഒരുമിച്ച് ചെല്ലാൻ പറ്റുള്ളൂ എന്ന് അവർ നിർബന്ധിച്ച് പറഞ്ഞു. അവിടെ എത്തിക്കഴിഞ്ഞപ്പം ഹസ്ബൻഡിനെ ഒരാൾ ട്രീറ്റ് ചെയ്യുന്നു, വൈഫിനെ വേറൊരാൾ സംസാരിക്കുന്നു. വൈഫിനോട് പറഞ്ഞു, നിങ്ങൾ ഇത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് നിങ്ങളൊരു യാത്ര പോലും പോകാത്തത്? നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക് ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ യാത്ര ചെയ്യണമെന്നില്ലേ? അങ്ങനെ വളരെ ഇമോഷണലി ഇവരെ ട്രീറ്റ് ചെയ്യും. ഹസ്ബൻഡിൻ്റെ അടുത്തും ഇതേ രീതിയിൽ പറഞ്ഞു, നിങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഇന്ന ഓപ്ഷൻസ് ഉണ്ട്, ഓഫേഴ്സ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷേ ഹസ്ബൻഡിന് മനസ്സിലായി ഇത് സംവെയർ ഒരു ശരിയല്ല, ഇത് നമ്മളെന്തോ ഒരു ട്രാപ്പ് ഉണ്ടാകും. പക്ഷേ വൈഫ് വാസ് റിയലി കൺവിൻസ്. അപ്പോൾ അങ്ങനെ ആ ഒരു ട്രാപ്പിൽ ഇവരെ പെടുത്തി. അവിടെ വെച്ച് തന്നെ പേയ്മെൻ്റാണ് ക്രെഡിറ്റ് കാർഡിൽ. അപ്പോൾ അവരോട് പറഞ്ഞത് യൂറോപ്പിലേക്ക് 50 ദിവസത്തെ ഹോട്ടൽ സ്റ്റേ പ്ലസ് അറൗണ്ട് ദ ഇയർ 1 ഇയർ പ്ലാനാണ്. എനി ടൈം ദാറ്റ് യു വാണ്ട് ടു ഗോ. ഇപ്പോൾ 10 days സ്റ്റേ ചെയ്യുക, തിരിച്ചു വരൂ, പിന്നെ വീണ്ടും അടുത്തൊരു 6 മാസം കഴിയുമ്പോൾ 10 days സ്റ്റേ ചെയ്യുക, പിന്നെ 50% ഓഫ് ദ സ്റ്റേ. അതായത് 50 ദിവസത്തിൽ 25 ദിവസം ഒരു വർഷം യൂസ് ചെയ്താൽ മതി, നിങ്ങൾക്ക് പിന്നെ ബാക്കിയുള്ളത് അടുത്ത് നിങ്ങൾക്ക് 3 വർഷത്തിന് യൂസ് ചെയ്യും. അങ്ങനെ എല്ലാം പറഞ്ഞ് ഇവരെ കൺവിൻസ് ചെയ്ത് ഏകദേശം 40,000 ദിർഹംസ് പേ ചെയ്തു. പക്ഷേ ഹ്യൂജ് സ്കാം ആയിരുന്നു. ഒന്നുമില്ല, ഇറ്റ്സ് നത്തിങ്, ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് ആൻ ഓഫീസ്, ദേ ഡോണ്ട് നോ ഹൂ ടു കോണ്ടാക്ട്. അന്നേരം അവരൊരു നമ്പർ കൊടുക്കും, പക്ഷേ അത് 3 മാസം ആകുമ്പോൾ നമ്പർ കട്ടാവും. അവരെ ഇവിടെ വന്നു വിസിറ്റിൽ വരുന്ന ആളുകളായിരിക്കും, സ്കാമേഴ്സാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ കൊടുക്കുന്ന യാതൊരു കാര്യങ്ങൾക്കും ക്രെഡിബിലിറ്റി ഉണ്ടാവില്ല. ഈവൻ ആ ക്രെഡിറ്റ് കാർഡിന്റെ അക്കൗണ്ട് അടക്കം ഫേക്ക് ആയിരിക്കും. എവറിത്തിങ് വിൽ ബി ഫേക്ക്. അതായത് they will operate it for 2 months or 3 months, then they will vanish, they will open up another entity and come back again.